ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിത ബുദ്ധി ദൃശ്യങ്ങളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഗമം ആഗോള വിജയമാണ്, ലോകപ്രശസ്തമായ വിജയം. പങ്കാളിത്തം കുറഞ്ഞെന്നത് വ്യാജപ്രചാരണമാണെന്നും സംഗമം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. ചിലർ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് കള്ളപ്രചാരണം നടത്തുന്നു, ശുദ്ധ അസംബന്ധം പ്രചരിപ്പിക്കുന്നു. ഇതിനായി വേണമെങ്കിൽ AIയും ഉപയോഗിക്കാം. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. 4600 പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. തീർത്ഥാടകർക്കായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ച് ഭക്തരുടെ നിർദ്ദേശം തേടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി ഒന്നും നടപ്പാക്കില്ല. 2050 വരെയുള്ള വികസനം മുന്നിൽ കണ്ടാണ് പ്രവർത്തനങ്ങൾ. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. മധുര, തിരുപ്പതി മാതൃകയിൽ ശബരിമല തീർത്ഥാടക ഭൂപടത്തിൽ ഇടം പിടിക്കണം. പരിസ്ഥിതിക്ക് പരിക്കേൽക്കാത്ത വിധത്തിലാകും വികസന പ്രവർത്തനങ്ങൾ. മതത്തിനതീതമായി എല്ലാ മനുഷ്യർക്കും എത്താവുന്ന തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ ശബരിമല പ്രത്യേക ഇടപെടൽ അർഹിക്കുന്നുവെന്ന് പിണറായി പറഞ്ഞു. സന്നിധാനത്ത് ആസൂത്രണമില്ലാതെ നിർമ്മിച്ച എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണമെന്ന് നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിലെ പാനൽ ചർച്ചയിലാണ് ഈ നിർദ്ദേശം ഉയർന്നത്. കുംഭമേള പോലെ ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ബ്രാൻഡ് ചെയ്യണം. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ ഡ്രോണും AIയും ഉപയോഗിക്കണമെന്നും ചർച്ചകളിൽ നിർദ്ദേശമുയർന്നു. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള അപ്പം അരവണ നിർമ്മാണശാല മാറ്റി സ്ഥാപിക്കും. ആഴിക്ക് സമീപമുള്ള പ്രസാദ മണ്ഡപത്തിനോട് ചേർന്നാണ് പുതിയ ശാല. ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങിയ ശേഷം തീർത്ഥാടകർ വീണ്ടും തിരുമുറ്റത്ത് വരുന്നത് തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. ഇതൊഴിവാക്കാൻ മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപത്ത് നിന്ന് ചന്ദ്രാനന്ദൻ റോഡിലേക്ക് പുറത്തേക്കുള്ള പാലം നിർമ്മിക്കണം. 50 കോടി രൂപയാകും ചിലവ്. ആസൂത്രണമില്ലാതെ നിർമ്മിച്ച സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങളും ഘട്ടം ഘട്ടമായി പൊളിക്കണമെന്ന് നിർദ്ദേശം. 1. കാൽനടയായി തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വഴിയിലൂടെയുള്ള ട്രാക്ടർ, ഡോളി, ആംബുലൻസ് യാത്ര ഒഴിവാക്കണം. പ്രത്യേക പാത ഒരുക്കണം. 1. സന്നിധാനത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കണം. 1. സന്നിധാനത്തെ ഭസ്മക്കുളം നവീകരിക്കണം. മലിനജലം ഭസ്മക്കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് തടയുന്നതിനായി പൈപ്പ് ലൈൻ വേണം. 1. 30,000 തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശനത്തിലായി കാത്തിരിക്കാനുള്ള പ്രത്യേക സ്ഥലം ഒരുക്കണം. 1. മരക്കൂട്ടത്തിനും സന്നിധാനത്തിനും മധ്യേയുള്ള ക്യൂ കോംപ്ലക്സുകൾ തീർത്ഥാടകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പുനഃക്രമീകരിക്കണം. 1. പമ്പ സന്നിധാനം പരമ്പരാഗത പാതയും സ്വാമി അയ്യപ്പൻ റോഡും നവീകരിച്ച് തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കണം. 1. പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലിലേക്ക് സുരക്ഷാപാലം. അധിനിവേശകാലത്ത് US വ്യോമത്താവളമായിരുന്ന ബെഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരികെ നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താവളം തിരികെ പിടിക്കാൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങൾക്ക് ശേഷമാണ് US അഫ്ഗാനിസ്ഥാനിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുത്തത്. 2021 US സൈന്യം പിൻവാങ്ങിയതോടെ താവളത്തിന്റെ നിയന്ത്രണം താലിബാനിലായി. US പിന്തുണയുള്ള കാബൂളിലെ സർക്കാരിനെ താലിബാൻ അട്ടിമറിച്ചു. താവളം തിരികെ ലഭിക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ബഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് US സേന അഫ്ഗാനിൽ തിരിച്ചെത്തുമെന്ന സൂചന ട്രംപ് നൽകിയത്. US സാന്നിധ്യം ആവശ്യമില്ലെന്നാണ് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ബഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ തൊട്ടടുത്തുള്ള ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളെ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും മേഖലയിലെ സൈനിക നടപടികൾ വേഗത്തിലാക്കാനും USന് കഴിയും. പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനിയായ ആദിവാസി യുവാവ് വിതുര പേപ്പാറ കരിപ്പാലം അരവിന്ദ് ഭവനിൽ ആനന്ദ് ജീവനൊടുക്കിയ സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ജാതി വിവേചനവും മാനസിക പീഡനവും നേരിട്ടിരുന്നതായി ആനന്ദ് തന്നോട് സൂചിപ്പിച്ചിരുന്നതായി സഹോദരൻ അരവിന്ദ് പറഞ്ഞു. പല ട്രെയിനികളോടും മോശമായും അധിക്ഷേപിക്കുന്ന തരത്തിലും ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നതായും പലരും പേടിച്ചിട്ടാണ് പുറത്തു പറയാതിരുന്നതായും അരവിന്ദ് പറഞ്ഞു. 16 രാവിലെ 5:45 ബാരക്കിലെ ശുചിമുറിയിൽ 2 കൈകളിലും സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ ആനന്ദിനെ കണ്ടെത്തിയിരുന്നു. ഉടൻ പേരൂർക്കട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷയായി. കൗൺസിലിംഗിന് ശേഷം ബാരക്കിലെത്തിച്ച ആനന്ദിനെ അമ്മ ചന്ദ്രികയും അരവിന്ദും കണ്ടിരുന്നു. വീട്ടിലേക്ക് വരാൻ അമ്മ നിർബന്ധിച്ചെങ്കിലും ക്യാമ്പിൽ തുടരാമെന്ന് ആനന്ദ് പറഞ്ഞു. അന്ന് ആനന്ദിനോട് തനിച്ച് സംസാരിക്കാൻ അനുവദിച്ചില്ല. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അരവിന്ദ് പറഞ്ഞു. ആനന്ദ് എന്തിനെയോ പേടിക്കുന്നുണ്ടായിരുന്നുവെന്ന് തോന്നിയിരുന്നു. വീട്ടിലെത്തിയ ശേഷവും തുടർച്ചയായി ഫോണിൽ ആനന്ദിനെ വിളിച്ചിരുന്നു. അസ്വാഭാവികതയില്ലാതെയാണ് സംസാരിച്ചതെങ്കിലും എന്തൊക്കെയോ ആശങ്കകൾ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ തോന്നിയെന്നും അരവിന്ദ് പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ കട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്.
ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം. 16-ന് ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ക്യാമ്പിൽ തുടരാൻ ആനന്ദൻ തീരുമാനിച്ചതിന് പിന്നിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം സംശയിക്കുന്നു. മൊബൈൽ ഫോൺ ഉപയോഗത്തിന് നിയന്ത്രണവും ഉണ്ടായിരുന്നു. താൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിരീക്ഷിക്കാൻ സഹപ്രവർത്തകരിൽ ചിലരെ ഉദ്യോഗസ്ഥർ നിയോഗിച്ചിരുന്നതായി ആനന്ദ് പറഞ്ഞു. സംഭവത്തിലെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അരവിന്ദ് പറഞ്ഞു. ജീവൻ വെടിയുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അമ്മയെ വിളിച്ചു. വിതുര ആനന്ദ് ജീവനൊടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അമ്മയോട് സംസാരിച്ചിരുന്നു. കഴിച്ചുവെന്ന് തിരക്കിയെന്നും ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന സ്നേഹോപദേശം നൽകിയതായും അമ്മ ചന്ദ്രിക. മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കണമെന്ന അമ്മയുടെ ഉപദേശത്തിന് താൻ അതൊക്കെ ചെയ്തുകൊള്ളാമെന്ന അമ്മ വിഷമിക്കരുതെന്നായിരുന്നു മറുപടി. ആനന്ദനോട് സംസാരിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രികയെ ഫോണിൽ വിളിച്ചു. എത്രയും വേഗം ക്യാമ്പിലേക്ക് വരണമെന്നായിരുന്നു നിർദ്ദേശം. മൂത്ത മകൻ ഇവിടെ ഇല്ലെന്നും ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലെന്നും പറഞ്ഞതോടെ ആനന്ദിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അച്ചു വരുമെന്ന് കരുതി അവന്റെ കിടക്കയും ഷീറ്റും ഒക്കെ മാറ്റി അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ള ജോലി തുടങ്ങി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥനെ തിരിച്ചു വിളിച്ചു. അവൻ വന്നോളുമെന്നായിരുന്നു മറുപടി. പിന്നെ വന്നത് അനക്കമില്ലാതെ. ഇത് പറയുമ്പോൾ ചന്ദ്രിക പൊട്ടിക്കരയുകയായിരുന്നു. നിറങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബം. വിതുര 9 വർഷം മുൻപ് അച്ഛനെ നഷ്ടപ്പെട്ട ആനന്ദിന്റെ ലോകം അമ്മ ചന്ദ്രികയും സഹോദരൻ അരവിന്ദും മുൻപെട്ട കുഞ്ഞു വീടായിരുന്നു. ചെമ്പഴന്തി SN കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം പെയിന്റിംഗ് പണിക്ക് ഇറങ്ങിയത് അമ്മയുടെയും സഹോദരന്റെയും കഷ്ടപ്പാട് കണ്ടിട്ടാണ്. അച്ഛൻ അശോകൻ രോഗബാധിതനായി മരിക്കുമ്പോൾ ആനന്ദ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അരവിന്ദിന്റെ പഠനം കഴിഞ്ഞതേയുള്ളൂ. അരവിന്ദ് അപ്പോഴേക്കും പെയിന്റിംഗ് ജോലിക്ക് പോയി തുടങ്ങി. അമ്മ മീനങ്കലിലെ തയ്യൽ കടയിൽ പോയി ഉപജീവനം കണ്ടെത്തി. ഉറക്കം പോലുമില്ലാതെ തയ്യൽ ജോലി ചെയ്ത അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ആനന്ദ് വളർന്നത്. അതുകൊണ്ടാണ് പഠനത്തിന് ശേഷം ജോലിക്കിറങ്ങിയത്. അതിനൊപ്പമാണ് PSCക്ക് പഠിച്ച സർക്കാർ ജോലി സമ്പാദിച്ചത്. സിവിൽ പോലീസ് ഓഫീസർക്ക് പിന്നാലെ ഫയർമാൻ, ബീറ്റ് വനം ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളിലും ആനന്ദ് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. എന്നാൽ പോലീസിനോടുള്ള ആദരവാണ് ആനന്ദിനെ സേനയിലെത്തിച്ചത്. 2 വർഷത്തിലധികം കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ, എന്റെ അച്ചു പോയല്ലോ, ഇനിയില്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മ ചന്ദ്രിക വിതമ്പി. അമ്മയെ കെട്ടിപ്പിടിച്ച് അരവിന്ദും പൊട്ടിക്കരഞ്ഞു. ഒപ്പം കണ്ടുനിന്നവരുടെ കണ്ണുകളും വീറനായി.